അവിടെ ഇരിക്കെ. ഞാൻ കൊലക്കേസിലെ പ്രതിയൊന്നും അല്ല. ഈ വെലം കഴിക്കാത്ത എന്താ? അതൊക്കെ മാഡം വന്നിട്ട് അഴിച്ചു തരും. ഇരിക്കടി അങ്ങോട്ട്. അവിടെ ഇരിക്കെ. അവിടെ ഇരിക്കടി. എന്തിനാ എനിക്ക് വിലങ്ങ്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ. ആ തോക്കിൽ ഒരു ബുള്ളറ്റ് മാത്രമേ സ്കൂളിൽ പൊട്ടിയിട്ടുള്ളൂ. പക്ഷേ 2 കാണാനില്ല. ഒരു ബുള്ളറ്റ് എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ടുപോയോ? അതിനുത്തരം പറഞ്ഞിട്ട് ഈ വിലം കഴിക്കാം. എനിക്ക് CI രാജീവിനെ കാണണം, അല്ലെങ്കിൽ എന്റെ അഡ്വക്കേറ്റിനെ വിളിക്കണം. എന്റെ ഫോൺ ഇങ്ങിത്താ. ഉണ്ടായിരിക്കടി. നീ ആരെ എന്നോട് ഉത്തരവിടാൻ? മൈൻഡ് യുവർ വേർഡ്സ്. എന്നെ എടി പൊടിന്നൊന്നും വിളിക്കരുത്. ഐ എം അവന്തിക. വിളിച്ച നീ എന്നെ അങ്ങ് മൂക്കിക്കേറ്റുവോ? പോലീസ് സ്റ്റേഷനിൽ കയറി വേല ഇറക്കിയാലുണ്ടല്ലോ, ഇടിച്ച് നിന്റെ അടിവയറ് കലക്കും. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാ മതി. മനസ്സിലായടി? അവള് ചട്ടം പഠിപ്പിക്കാൻ വന്നേക്കുന്നു. സത്യം പറ, ആ ഒരു ബുള്ളറ്റ് എവിടെ പോയി? എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ റൈഫിൾ ക്ലബിൽ ഷൂട്ട് ചെയ്തപ്പോ പോയതായിരിക്കും. നിന്റെ തോക്ക് എങ്ങനെ സ്കൂളിൽ വന്നേ? നീ നിന്റെ മോഡോയി കൊടുത്തു വിട്ടോ? ആരെ കൊല്ലാനാടി നീ ആ തോക്ക് കൊച്ചിന്റെ കൊടുത്തു വിട്ടെ? പറയടി മര്യാദയ്ക്ക്. എനിക്ക് രാജീവിനെ കാണണം. പ്ലീസ് ഒന്ന് വിളിക്കോ? നിന്റെ മടിയിലിട്ടാണോടി സാറിന് പേരിട്ടെ? രാജീവ് സാർ അങ്ങനെ വിളിച്ചോണം. ഇത്തിരി പോന്ന പിള്ളേര് പഠിക്കുന്ന സ്കൂളിലെ ക്ലാസ് റൂമിനകത്താ വെടിപൊട്ടിയിരിക്കുന്നത്. അതും ലൈസൻസ് പുതുക്കാത്ത നിന്റെ തോക്കിന്ന്. ജാമ്യം പോലും കിട്ടത്തില്ല. മനസ്സിലായോ? മിനിമം ഒരു 15 ദിവസം നീ അകത്ത് കിടക്കും. മാഡം പ്ലീസ്, രാജീവ് സാറിനെ ഒന്ന് വിളിക്കേ. ഇതിൽ സത്യം എന്തെന്ന് സാറിനറിയാം. ഞാൻ ആ തോക്ക് ആരുടെയിലും കൊടുത്തു വിട്ടിട്ടില്ല. ഞാൻ അറിയാതെ അത് എടുത്തിട്ട് പോയതാ. പ്ലീസ് രാജീവ് സാറിനെ ഒന്ന് വിളിക്കൂ. ഓഹോ, നിനക്ക് സാറെന്നും പ്ലീസ് എന്നൊക്കെ പറയാൻ അറിയാലേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആരെ ചൊറിഞ്ഞാലും പോലീസുകാരെ കയറി ചൊറിയാൻ നിൽക്കരുത്. മനസ്സിലായോ? പോലീസ് എന്താണെന്ന് നീ അറിയാൻ പോന്നേ ഉള്ളൂ. മാഡം പ്ലീസ്. മിണ്ടാതെ ഇവിടെ ഇരുന്നോണം. രാജീവ് സാറിനെ വിളിക്കണം പോലും. ഇനി ഒരു തവണ കൂടി നീ അത് പറഞ്ഞ അടിച്ചു നിന്റെ മോന്തോട് ഷേപ്പ് ചെയ്യാൻ മാറ്റും. മനസ്സിലായടി? മതി മതി. എന്റെ രാജീവേട്ടനില്ലെങ്കിൽ കാണായിരുന്നു. എല്ലാം ഇപ്പൊ അകത്ത് കിടന്നേനെ. അളിയന്റെ മോൻ എന്താ ഇങ്ങനെ മങ്ങിയിരിക്കുന്നത്? അളിയ അതൊക്കെ എടുത്ത് കഴിക്കളിയാ. ശിശിര ഇങ്ങനെ അമ്മേ, ഇതും കൂടെ അങ്ങ് വിളമ്പി കൊടുത്തേ. പിടിക്കമ്മേ. എന്നാലും എന്റെ ഗൗരിമോളെ, നീ ആ തോക്കെടുത്ത് പൊട്ടിച്ചു കളഞ്ഞല്ലോ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിർത്ത്, വെറുതെ അതൊന്നും ഓർമ്മിപ്പിക്കലേ മോളെ. കുഞ്ഞാകെ വിഷമിച്ചിരിക്കുക. അല്ല, ഈ കേസിങ്ങനെ ഒത്തുതീർപ്പാക്കിയതുകൊണ്ട് രാജീവേട്ടന്റെ ജോലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടായില്ല, ഞാനത് കാര്യമാക്കുന്നില്ല. നമ്മളെ കുടുംബത്തിന് വേണ്ടിയില്ലേ? കുടുംബത്തിനകത്ത് ഒരു ആപത്ത് വരുമ്പോ എല്ലാരും ഒരുമിച്ചിരിക്കണം, അല്ലളിയാ? എന്റെ അളിയന്റെ മോക്കൊരു പ്രശ്നം വന്നാ എനിക്കത് നോക്കിക്കാൻ പറ്റുമോ? ഗൗരിമോളെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിയെടുക്കേണ്ടത് എന്റെ കടമയായിരുന്നു. അതൊക്കെ രാജീവേട്ടന്റെ വലിയ മനസ്സുകൊണ്ട് പറയുന്നതാ. ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഒരിക്കലുമല്ല, ഇതൊരു വലിയ കാര്യം തന്നെയാണ്. എന്റെ മോളെ രക്ഷിച്ച രാജീവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ സംഭവത്തിന്റെ പേരിൽ എന്റെ മോളെ ജൂനിയർ ഹോമിൽ എങ്ങാനും ആക്കിയിരുന്നെങ്കിൽ അവളുടെ ഭാവി എന്താവുമായിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ രാജീവിനോട് കടപ്പെട്ടിരിക്കുന്നു.
നമ്മളൊരു കുടുംബമല്ലേ, അപ്പൊ പിന്നെ ഇതെന്റെ കടമയല്ലേ. പഴയൊന്നും മറക്കുന്ന ആളല്ല ഞാൻ. വന്ന വഴികളെല്ലാം നല്ലതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ കുടുംബത്തോടും ഇവിടെ ഉള്ളവരോടും എനിക്ക് കടപ്പാടുണ്ട്. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഒരു 50 ലക്ഷം രൂപ എന്റെ പോക്കറ്റ് ഇരുന്നേനെ. പക്ഷേ ഇതെന്റെ അളിയനും കുടുംബത്തിനും നമ്മുടെ ഗൗരിമോൾക്കും വേണ്ടിയാണ്. ഫുൾ ഫ്രീ സർവീസ്. ഹലോ, എന്തായി? ആണാ? ശരി.